ക്രമസമാധാന ചുമതലയുള്ള ADGP ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നിലമ്പൂർ MLA PV അൻവർ ഉന്നയിക്കുന്നത്. ഇന്ന് ആരോപണമായി ഉന്നയിച്ച കവടിയാറിലെ വീട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 7000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അത്യാഡംബരത്തോടെ നിർമ്മാണം തുടരുന്നത്. പുതിയതായി പണിയെടുപ്പിക്കുന്ന വീടിന് മുന്നിൽ നിന്നും ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാർ ഗോൾഫ് ലിങ്ക് റോഡിന് സമീപത്തുള്ള MR അജിത് കുമാർ പുതിയതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്താണ്. വീടിന്റെ നിർമ്മാണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്റ്റോർ റൂമാണ് ഇവിടെ ഉള്ളത്. ആ റൂമിലാണ് ഈ പ്ലാനൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. ഏകദേശം 3 നിലയോളം വരുന്ന നിർമ്മാണം, ഒരു അണ്ടർഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള 3 നിലകളിലായിട്ടാണ് ആ നിർമ്മാണം. ഏകദേശം 7000 സ്ക്വയർ ഫീറ്റോളം വരുന്ന വിസ്തീർണത്തിലാണ് ഈ ഒരു വീട് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്ന് രാവിലെയോടുകൂടി നിലമ്പൂർ MLA കൂടിയായിട്ടുള്ള PV അൻവർ അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള. ഏകദേശം 12000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട്, അത്യാഡംബര സൗകര്യത്തോടെ ഒരു വീട് തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കം പുറത്തു വരണം, ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് PV അൻവർ MLA നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം 4ഓളം ബെഡ്റൂമുകൾ, 2 അടുക്കളകൾ, ഒപ്പം തന്നെ റൂഫിങ്ങിൽ വാട്ടർ പൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ നിർമ്മാണം കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൊട്ട് സമീപത്ത് തന്നെ ഇതിന്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആരോപണങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. MR അജിത് കുമാർ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥത സർവീസ് ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കള്ളക്കടത്തുകാർക്കും ഒപ്പം തന്നെ കൊലപാതകങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിൻബലം ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണം അടക്കം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ADGP ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസിലെ ഏറ്റവും പ്രമുഖൻ, അതിലുപരി ADGP റാങ്കിലിരിക്കുന്ന ഏറ്റവും സമുന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു MLA രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ADGP MR അജിത് കുമാർ. പക്ഷേ ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ അന്വേഷണത്തോടു കൂടി ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമോ, അതോ വീണ്ടും കൂടുതൽ വെളിപ്പെടുത്തലുകൾ PV അൻവർ MLA ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും കവടിയാർ പാലസ് അവന്യൂ റോഡിലാണ് ഈ വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തലസ്ഥാന നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത്, അതായത് കവടിയാർ കൊട്ടാരത്തിന്റെ സമീപത്തായി, കൊട്ടാരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് മുമ്പുണ്ടായിരുന്ന ഭാഗമാണ്. ആ ഭാഗത്താണ് 10.5 സെന്റ് വാങ്ങിക്കൊണ്ട് അദ്ദേഹം സ്വന്തമായി വാങ്ങി ഇത്തരത്തിലൊരു ആർഭാടപരമായൊരു വീട് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ എത്രത്തോളം നിജസ്ഥിതികൾ, എത്രത്തോളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും അതിന്റെ അണ്ടർഗ്രൗണ്ട് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനു മുകളിലായി ഇനി 2 നിലകൾ കൂടിയാണ് നിർമ്മിക്കാനുള്ളത്. അതിന് ഏറ്റവും റൂഫിങ്ങിൽ വാട്ടർ പൂൾ അടക്കമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണം നടക്കുന്നത്. ഏകദേശം സെന്റിന് 70 ലക്ഷം രൂപ നിരക്കിലാണ് ഈ വസ്തു വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലടക്കം ഒരു കാര്യത്തിൽ ഒരുപക്ഷെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്.